ബാക്ക് ടു അവർ ചാനൽ. ഈ ഒരു കാലഘട്ടത്തിൽ പല ആളുകളും ലവിന്റെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ശരിക്കും യഥാർത്ഥ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും പല ആളുകൾക്കും കഴിയാറില്ല. ചില ആളുകൾ നമ്മളോട് ഒരുപാട് അട്രാക്ഷൻ കാണിക്കും, അപ്പൊ നമ്മൾ അത് ലവ് ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അതുപോലെ ചില ആളുകൾ നമുക്ക് ഒരുപാട് അറ്റൻഷൻ തരും, നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കും, നമ്മളോട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പെരുമാറും. സംടൈംസ് നമ്മൾ അതും ലവ് ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇനി ഇത് മാത്രല്ല, ഒരാൾ നമ്മളെ ഒരുപാട് കൺട്രോൾ ചെയ്യാണ്. നീ അവരോട് സംസാരിക്കണ്ട, ഇവരോട് സംസാരിക്കണ്ട, അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട് പോണ്ട, ഈ രീതിയിൽ നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. ഇതുപോലും സ്നേഹമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന, അല്ലെങ്കിൽ ഇതെല്ലാം ആത്മാർത്ഥ സ്നേഹത്തിന്റെ അടയാളങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, ശരിക്കും ഒരു വ്യക്തി നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് നമ്മളോടുള്ളത് യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമാണെന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സൈനുകളാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ കാര്യം, ദേ റെസ്പെക്ട് യു. അതായത് ഇപ്പൊ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഇവരിൽ ആരെങ്കിലും ഒക്കെ ഒരാളെ ആയിരിക്കുമല്ലോ നിങ്ങൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അവർക്ക് നമ്മളോടുള്ളത് യഥാർത്ഥ സ്നേഹമാണോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റെസ്പെക്ട് തന്നുകൊണ്ടാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് പെരുമാറുന്ന സമയത്ത് അവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ശരിക്കും എന്താണ് ഈ റെസ്പെക്ട്? നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഏട്ടൻ, ചേച്ചി അങ്ങനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നതാണോ? ശരിക്കും ഇതിനല്ല നമ്മൾ റെസ്പെക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളുടെ ബൗണ്ടറീസിനെ റെസ്പെക്ട് ചെയ്യുക, അതുപോലെ ഇപ്പൊ നമ്മളുടെ ഇഷ്ടങ്ങളെ റെസ്പെക്ട് ചെയ്യുക, നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ഗ്രോത്തിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുക, ഇതെല്ലാം റെസ്പെക്റ്റിന്റെ ഒരു പാർട്ടാണ്. പിന്നെ ഇത് മാത്രമല്ല, ഒരു ആർഗ്യുമെന്റ് ഉണ്ടാവുകയാണ്, നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില ആളുകളൊക്കെ സംസാരിച്ച് അങ്ങനെ അവരുടെ ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത് വരെ അവർ നമ്മളോട് സംസാരിക്കും, ഭയങ്കര അപമര്യാദയായിട്ട് പെരുമാറും. നമ്മൾ ഒരു പെൺകുട്ടി ഒരു പുരുഷനിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ വരെ ചില പുരുഷന്മാരൊക്കെ പെരുമാറാറുണ്ട് അല്ലെങ്കിൽ സംസാരിക്കാറുണ്ട്. പുരുഷന്മാര് മാത്രമല്ല, സ്ത്രീകളും അങ്ങനെ സംസാരിക്കുന്നവരുണ്ട്. സോ ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത് സംസാരിക്കുക, ഇതൊന്നും ശരിയായ റെസ്പെക്ട് തരുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു ശീലമല്ല. സോ അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യണം. എസ്പെഷ്യലി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഒരു ആർഗ്യുമെന്റ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളെ റെസ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ കൺസിഡർ ചെയ്താണോ അവർ സംസാരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഇത് നിങ്ങളെ അയാൾ സ്നേഹിക്കുന്നത് റിയൽ ആയിട്ടാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു സൈൻ ആണ്. ഇനി രണ്ടാമത്തെ കാര്യം, ദേ ചൂസ് യു കൺസിസ്റ്റന്റ്ലി. അതായത് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇപ്പോ നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുന്നത്, നിങ്ങളോട് അവരുടെ കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്, ഇതെല്ലാം അവർ കൺസിസ്റ്റന്റ് ആയിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് എപ്പോഴും അവർ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, ഒരു പെർട്ടിക്കുലർ പീരീഡിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ ഉറപ്പുവരുത്താം. ശരിക്കും റിയൽ ആയിട്ടല്ല നിങ്ങളെ ഒരാൾ സ്നേഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കിട്ടാൻ പോകുന്നില്ല. അവരെങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ആവശ്യമുള്ള ടൈമിൽ മാത്രമായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ഇമോഷൻസിനോ നിങ്ങളുടെ വാല്യൂസിനോ ഒന്നും അവർ യാതൊരു രീതിയിലുള്ള വാല്യൂ കൊടുക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് ബോറടിച്ചിരിക്കുമ്പോൾ ഓക്കെ, ഇന്ന് അവളോട് സംസാരിക്കാം അല്ലെങ്കിൽ അവനോട് സംസാരിക്കാം, ഈ ഒരു മൈൻഡ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അല്ലാതെ എൻ്റെ പാർട്ട്ണറിന് എൻ്റെ പ്രസൻസ് ഇപ്പൊ ആവശ്യമാണ് എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് പോയി സംസാരിക്കുന്ന ആളുകൾ റിയൽ ലവ് ചെയ്യുന്ന ആളുകൾ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. സോ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തരുന്ന സ്നേഹം അല്ലെങ്കിൽ നിങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങളോട് സംസാരിക്കുന്നത്, ഇതിലെല്ലാം കൺസിസ്റ്റൻസി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. കൺസിസ്റ്റന്റ് അല്ല അവർ നിങ്ങളോട് ഇതുപോലെ അവർക്ക് തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ഫ്രീ ആവുന്ന ടൈമിൽ മാത്രമാണ് ഈ സ്നേഹവും കെയറും ലവും ഒക്കെ തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ദേ സപ്പോർട്ട് യുവർ ഗ്രോത്ത്. അതായത് നിങ്ങളിപ്പം കരിയർ വൈസോ അല്ലെങ്കിൽ സ്റ്റഡീസിലോ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ഗ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇവർ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളടുത്ത് റിയൽ ആയിട്ട് സ്നേഹമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സപ്പോർട്ടൊന്നും ഒരിക്കലും നിങ്ങൾക്ക് അവരിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ചോദിച്ചാൽ പോലും അവര് അതിനൊരു ശ്രദ്ധ കൊടുക്കില്ല വല്ലാണ്ട്.
നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നാൽ നേരെ മറിച്ച് നമ്മളെ റിയൽ ആയിട്ട് സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അവരുടെ പല കാര്യങ്ങളും മാറ്റി വെച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും നമ്മൾക്ക് വേണ്ടി എഫേർട്ട് ഇടുന്നതായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിയും. സോ നിങ്ങളുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളുടെ ഗ്രോത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങളൊരു ലക്കിയസ്റ്റ് പേഴ്സൺ ആണെന്ന് എനിക്ക് പറയാൻ കഴിയും. ഇനി നാലാമത്തെ കാര്യം, യു ഫീൽ സേഫ് ബീയിങ് യുവർ സെൽഫ്. അതായത് നമ്മളിപ്പോ എങ്ങനെയാണോ നോർമലി ഉള്ളത് അതുപോലെ തന്നെ ആയിരിക്കും ഇപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും നമ്മളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മളെ ചേഞ്ച് ആക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇപ്പൊ ബിഫോർ മാരേജും ആഫ്റ്റർ മാരേജും അല്ലെങ്കിൽ ബിഫോർ റിലേഷൻഷിപ്പ് ആഫ്റ്റർ റിലേഷൻഷിപ്പ് എടുത്തു കഴിയുമ്പോൾ പല കപ്പിൾസിന്റെ ഇടയിലും ഒരാൾ ചേഞ്ച് ആയത് നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരാള് ടോട്ടലി മേ ബി അവരുടെ ഡ്രസ്സിങ് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ എല്ലാം മാറിയതായിട്ട് ചില കപ്പിൾസിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ശരിക്കും അതെന്താ അവർ ചെയ്യുന്നത്? അവർക്ക് അവരെ തന്നെ നഷ്ടമാവുകയാണ്. അല്ലെങ്കിൽ അവരുടെ പല കാര്യങ്ങളും ഈ ഒരു പാർട്ട്ണറിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇഷ്ടമില്ലാണ്ടാണെങ്കിൽ പോലും മാറ്റി വെക്കുകയാണ്. പക്ഷെ നമ്മൾ റിയൽ ആയിട്ട് സ്നേഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ഒരിക്കലും നമ്മളെ മാറ്റാൻ ശ്രമിക്കില്ല. മറിച്ച് നമ്മളെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനും നമ്മൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കാനുമായിരിക്കും അവർക്ക് ഇഷ്ടം ഉണ്ടാവുക. സോ നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സെൽഫിൽ കോൺഫിഡൻ്റ് ആണ്, കംഫർട്ടബിൾ ആണ്, നമുക്ക് നമ്മളെ ചേഞ്ച് ആക്കണം എങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വളരെയധികം സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് വന്ന് പെട്ടിട്ടുള്ളത്. നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നിങ്ങളുടെ കംഫർട്ട് സോൺ ആണ് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ഇനി അഞ്ചാമത്തെ കാര്യം, their actions match their words. ഇപ്പൊ പല ആളുകളും ഒരു റിലേഷൻഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു മാരേജ് എടുക്കുകയെന്നുണ്ടെങ്കിലും പല ആളുകളും പറയാറുണ്ട്, ഞാൻ നിന്നെ അങ്ങനെ നോക്കും, ഞാൻ നിന്നെ ഇങ്ങനെ നോക്കും, ഞാൻ നിന്നെ അത്ര അധികം സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കും. ഇത്തരത്തില് മോഹവാഗ്ദാനങ്ങൾ പല ആളുകളും പലർക്കും കൊടുക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം പാലിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഈ കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും പ്രാവർത്തികമാക്കാനായിട്ട് കഴിയാറില്ല. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് തന്ന പ്രോമിസുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുന്നുണ്ട്, അവരെന്താണോ പറയുന്നത് അത് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നതെന്നുള്ളത്. കാരണം നമ്മളോട് ആത്മാർത്ഥത ഇല്ലാത്ത ഒരാൾ ഒരിക്കലും അവർ നമുക്ക് തന്നിട്ടുള്ള പ്രോമിസുകളിൽ അല്ലെങ്കിൽ അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലും ആത്മാർത്ഥത കാണിക്കില്ല. സോ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോമിസുകൾ ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ അവർ നിറവേറ്റി തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കണം അവർക്ക് നിങ്ങളോടുള്ളത് 100% ട്രൂ ആയിട്ടുള്ള ഒരു സ്നേഹമാണെന്നുള്ളത്. ഇനി ഒരു സ്നേഹത്തിന്റെ കേസ് എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ട്രൂ ആയിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രൂ ലവ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. ഇപ്പൊ നമ്മളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഈ റിലേഷൻ എനിക്ക് വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പെയിൻ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണിത്. കാരണം ഏതൊരു റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. സോ ആ പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്കൊരു പീസും റെസ്പെക്റ്റും ഒരു ലവും ഒരു കണക്ഷനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതാണ് ശരിക്കും ട്രൂ ലവ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനോടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് ജസ്റ്റ് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ രാഷ്ന സൈനിങ് ഓഫ്.